ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്ന് നമുക്ക് അയില മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അയില വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ മീൻ മുറിക്കുന്ന ഇടയിൽ കൂടി കത്തി മൂർച്ച കഴിഞ്ഞിട്ട് ഞാൻ മൂർച്ച കൂട്ടുന്നിട്ട് എന്താ മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയും കുത്തുന്ന അമ്മിക്കല്ലുണ്ടല്ലോ, അമ്മിക്കുട്ടി, അത് വെച്ചിട്ട് കത്തി മൂർച്ച കൂട്ടണം. എന്താണെന്നറിയില്ല, എൻ്റെ കത്തിക്ക് തീരെ മൂർച്ച ഉണ്ടാവില്ല. ഇത് കുറേ ഞാൻ കഷ്ടപ്പെട്ട് മുറിച്ചെടുക്കാൻ ഫ്രിഡ്ജിൽ വെച്ചങ്ങാണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല സുഖത്തിൽ മുറിച്ചെടുക്കേനും. അപ്പോൾ ഒരു വിധത്തിൽ ഞാനിത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അയില ഇഷ്ടമില്ലാത്തവർ ആരൊക്കെയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ. എനിക്ക് തീരെ ഇഷ്ടമല്ല അയില, ഞാൻ കൂട്ടലില്ല. എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ കൂട്ടിയ സമയത്ത് നാവ് ചൊറിഞ്ഞീനിട്ടാ. അതിന് ശേഷം ഞാൻ അയില കൂട്ടൽ നിർത്തി. പിന്നെ ഇവിടെ മക്കൾക്കും വയസ്സിലാക്കാക്കൊക്കെ അയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർക്കത് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം മുറിച്ചെടുക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് 2 അയില ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ബാക്കി കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ റാക്കൊക്കെ ഞാൻ മീൻ മുറിച്ച സ്ഥലമൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിന്. അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിനിടയിൽ തേങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ എത്ര പൊട്ടിച്ചാൽ നോക്കിയിട്ട് എനിക്കത് കിട്ടണില്ല കേട്ടോ. ഞാൻ കുറേ അതിമേ വെച്ച് അടിച്ചടിച്ച് അവസാനം എനിക്കത് പൊട്ടി കിട്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഇനി കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സി എടുത്തിട്ട് പിന്നെ അതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ഞാൻ പൂണ്ടുകാറാണ് ഇട്ട് കൊടുത്തിക്കണത്. അതിന് ശേഷം 4-5 ചെറിയുള്ളി ഇട്ട് കൊടുത്തിക്കണേ, പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ അതിന് ശേഷം ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു അരമുറി തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നരച്ചെടുത്തിക്കണേ. അപ്പോൾ ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ തീ ഗ്യാസ് ഓണാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സി ഒന്ന് ചുറ്റിങ്ങാണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിക്കണേ. പിന്നെ അതിന് ശേഷം ഞാനിത് തക്കാളി ഇട്ടെടുക്കുന്നത്, ഒരു തക്കാളി ഇട്ടെടുക്കണേ. പിന്നെ ഇതിലേക്ക് സവാള വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല. ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കണവർക്ക് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ അതിന് ശേഷം അതിലേക്കുള്ള ഒരു മാങ്ങ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ചൊരു മധുരം പുളിയും കൂടെ ഉള്ളൊരു മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കറിയിലിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കുറച്ചൊരു മധുരം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് കറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കറി ഏകദേശമൊക്കെ റെഡിയായി വന്നിക്കണേ. ഇനി മീൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാനിതാ മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഞാനിത് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മാങ്ങ ഇല്ലെങ്കിൽ കുടംപൊടി ഇട്ട് കൊടുക്കട്ടെ, അങ്ങനെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് സെറ്റാക്കിക്കണേ. പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കമ്മി ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. അപ്പോൾ കറിയൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ പിന്നെ തൂമ്പിച്ചെടുക്കണമല്ലോ. അപ്പം ഞാൻ ചെറിയുള്ളിയിലാണ് കേട്ടോ തൂമ്പിച്ചെടുക്കണത്. അപ്പോൾ ഇതിലേക്ക് വേറെ എണ്ണ നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പം തൂമ്പിച്ചെടുക്കുകയാണ്, വാട്ടി വെച്ചോന്നല്ലല്ലോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിതാ ചെറിയുള്ളി അരിഞ്ഞെടുത്തിക്കണേ, കറിവേപ്പിൻ്റെ ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് തൂമ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തൂമ്പിച്ച് ഞാൻ കറിയിലേക്ക് ഒഴിച്ചെടുക്കണം. അപ്പോൾ കറി ഞാൻ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം തിളച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല അടിപൊളി കറി റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതിന് ശേഷം മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ തേങ്ങ ഇതേമാതിരി പൂണ്ട് മിക്സീൻ്റെ ജാറൊക്കെ ഇട്ടിക്കണം. അതിന് ശേഷം ചെറിയുള്ളി എടുത്തിക്കണം കേട്ടോ. 3-4 ചെറിയുള്ളി എടുത്തിക്കണേ. പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ മാങ്ങ ഇട്ട് ചേർത്ത് കൊടുക്കണത്, മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുളക് ഒരു 3-4 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചും ചേർത്ത് കൊടുക്കട്ടെ. അപ്പം എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് ഇട്ടത്, നല്ല രസമുണ്ടായിന് തിന്നാൻ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാനിത് അതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് അത് ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ സാധനം റെഡി ആയിക്കണേ. അപ്പോൾ ഇത് കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ല രസം കിട്ടത്. ഇപ്പോൾ സെറ്റ് ആയിക്കണേ. ഇനിയിപ്പോൾ എന്താണ് മീനൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിനി മീൻ വേഗം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ 2 അയില ഇങ്ങനെ മുറിച്ചിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട്, അപ്പോൾ അതും കൂടി ഞാൻ വേഗം ഒന്ന് പൊരിച്ചെടുക്കണേ. അപ്പോൾ അതൊക്കെ ഏകദേശം റെഡി ആയതിന് ശേഷം ഞാൻ പിന്നെ ഫൈസലാക്കാക്ക് ചോറ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കറിയും ചമ്മന്തി പിന്നെ ഞാൻ ആ കുടലുണ്ടാക്കിന് കേട്ടോ. ഇത് ചോറിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കിന്. ചോറിലേക്കും ചായക്കൊക്കെ ഞങ്ങൾ ഇവിടെ അത് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ എൻ്റെ ചോറാണ് കേട്ടോ ഇത്. ചമ്മന്തിയും കുടലും ഇങ്ങനെ തിന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കൂടെ ഇന്നത്തെ ഉച്ചയൂണ് നല്ല ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.